ഇനി പണിയെടുക്കണം, ഇത് അവസരമായി ഉപയോഗപ്പെടുത്തണം. സമസ്തയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് റബ്ബിന്റെ മുമ്പിൽ പറയാൻ എന്തെങ്കിലും ബാക്കി വെക്കണമെങ്കിൽ ഇപ്പൊ പണിയെടുക്കണം. ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് കാലഘട്ടങ്ങളിലും ഈ ഉമ്മത്തിനെ ഒന്ന് ഇസ്തിഫാ ചെയ്തുകൊണ്ടേയിരിക്കും, ഒന്ന് ഇങ്ങനെ കടഞ്ഞെടുത്തുകൊണ്ടേയിരിക്കും. ഇതിന് കുറച്ച് ആളുകൾ അങ്ങനെ തെരഞ്ഞെടുത്ത് ഇത് ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോകല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആളുകളാണ് ഞങ്ങൾ മുഹമ്മദിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നടന്നത് അല്ലേ. ഈ നടക്കുന്നതിന്റെ ഇടയിലാണ് ഇസ്രാ മിഅ്റാജ് യാത്രയുണ്ടാകുന്നത്. ഇസ്രാ മിഅ്റാജ് യാത്ര എന്തിനാ പോയത് ആവശ്യം? ഖുർആൻ വലിയൊരു മുഅ്ജിസത്തല്ലേ. പിന്നെ എന്തെല്ലാം മുഅ്ജിസത്തുകളാണ് അവർ കണ്ടത്. ചന്ദ്രനെ പിളർത്തിയത് അവർ കണ്ടതല്ലേ. മരം വന്ന് വൃക്ഷം വന്ന് സുജൂദ് ചെയ്തത് അവർ കണ്ടതല്ലേ. വിരലുകൾക്കിടയിലൂടെ വെള്ളം നിർഗളിച്ചത് അവർ കണ്ടതല്ലേ. ഇങ്ങനെ കണ്ട മുഅ്ജിസത്തുകൾ എത്രേ അല്ലേ. മുഅ്ജിസത്ത് കാണിച്ചു കൊടുത്ത് ഈമാൻ ഉറപ്പിക്കാനാണെങ്കിൽ അതൊക്കെ ധാരാളല്ലേ, ധാരാളണ്ട്. പക്ഷേ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. ഇസ്രാ മിഅ്റാജ് യാത്ര തിരിച്ചു വന്നില്ലേ, ഉമ്മുഹാനി അമ്മായിയോട് വിവരിച്ചില്ലേ. എന്നിട്ട് മസ്ജിദുൽ ഹറാമിലേക്ക് ഇറങ്ങുന്ന സമയം അമ്മായി ചോദിച്ചു, എവിടേക്കാണ് നീ പോണത്? ഞാൻ ആൾക്കാരോട് പറയാൻ പോവാണ്. എന്ത് ഇസ്രാ മിഅ്റാജ് യാത്രയെ കുറിച്ച് ഞാൻ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പോവാണ്. അമ്മായി പറഞ്ഞതെന്താ, ഉമ്മുഹാനി പറഞ്ഞതെന്താ? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരത് വിശ്വസിക്കൂല മോനെ, അവര് നിന്നെ പരിഹസിക്കും, അവര് നിന്നെ കല്ലെറിയും. റസൂലുള്ളാഹി തങ്ങൾക്ക് പിന്മാറാൻ പറ്റുമോ? വഹിയല്ലേ, ഹക്കല്ലേ, പ്രവാചകനല്ലേ, റസൂലല്ലേ, തബ്ലീഗ് ബാധ്യതയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി നടന്നു. കഅബയുടെ സമീപത്ത് സൊറ പറഞ്ഞിരിക്കുന്ന മക്ക മുശ്രിക്കീങ്ങളുടെ എല്ലാ ഫ്രോഡുകളും അവിടെയുണ്ട്. അവർക്കിടയിൽ നിന്നുകൊണ്ട് സധൈര്യം വിളിച്ചു പറഞ്ഞു, മിഅ്റാജ് യാത്രയെ കുറിച്ച് വിവരിച്ചു. എന്താ പറയണേ? ഞാൻ ഇന്നലെ രാത്രി ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസ് പോയി, അത് മാത്രല്ല അവിടുന്നാണ് ഞാൻ 7 ആകാശം പോയി സ്വർഗം നരകം കണ്ടു, ഈ കഥ മുഴുവൻ വിവരിച്ചു. അവര് പരിഹസിച്ച് ചിരിച്ച് തലയാട്ടി ചിരിച്ചു എന്നാ എരപ്പാക്കിയ റസൂലുള്ളാഹി തങ്ങളെ. നേരെ പോയില്ലേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്. അബൂജഹൽ കിട്ടിയ ചാൻസാണ് പിരിപ്പുണ്ടാക്കാൻ. എല്ലാ മുഫ്തിനീങ്ങളും ഇതുപോലുള്ള സന്ദർഭങ്ങളിലാണ് മുഫ്തിനീങ്ങൾ മുഴുവനും വാലുപൊക്കുക, ഈമാൻ പേപ്പിക്കേണ്ട ആളുകൾ മുഴുവനും പണിയെടുക്കപ്പോഴാണ്. ഇപ്പോഴും കണ്ടിട്ടില്ല നിങ്ങൾ? ഞാൻ എന്റെ നാട്ടിൽ കണ്ട കാലം വരെ 10-40 കൊല്ലം ജീവിച്ചിട്ട് സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തന മേഖലയിലും കണ്ടിട്ടില്ലാത്തവനൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഭയങ്കര സമസ്തക്കാരനാണെന്നും പറഞ്ഞെടുക്കണേ. ഇതിന് തീർപ്പുണ്ടാക്കാനാണ്. അങ്ങനെ പോയി SMF-ലൊക്കെ കയറി നിൽക്കുന്നു. ആ SMF ഒന്നും അവിടെ നടക്കൂല. കടലാസിലുണ്ടാവും. കടലാസിൽ ഞാൻ SMF-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണെന്നൊക്കെ പറയാം, പത്രത്തിൽ കൊടുക്കാം. പക്ഷെ നാട്ടിൽ ഇറങ്ങാൻ പറ്റൂല. നാട്ടിൽ സമസ്തന്റെ കുട്ടികൾ വേറുണ്ട്. ഒരു സമസ്തയുടെ ഒരു ബന്ധമല്ലാത്ത ആൾക്കാർ എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു ഇലക്ഷൻ സമയത്ത്, പഞ്ചായത്ത് ഇലക്ഷന്റെ അടുത്ത സമയത്ത് ഞങ്ങളൊരു ആദർശ സമ്മേളനം വെച്ചു. വഹാബികൾക്കും APക്കാർക്കും ഒക്കെ കൊടുത്തൊരു സമ്മേളനം ഞാൻ തന്നെ പ്രസംഗിച്ചിരുന്നു കുറേ കൊല്ലം മുമ്പ്. അപ്പൊ അന്ന് ആ പ്രസംഗം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മളവിടെ ഒരു സ്ഥാപനം ഉണ്ട്, അതിന്റെ മേധാവി സഖാഫിന്റെ പേരിൽ പോയിട്ട് മാപ്പ് ചോദിച്ചാണ് ഇപ്പൊ SMF-ന്റെ ഹോജ. ഞങ്ങൾക്ക് അതിലൊരു ബാധ്യതയില്ലട്ടോ, ഞങ്ങളോട് വേണ്ടാന്ന് പറഞ്ഞതാണ്. വോട്ട് ഇമാതിരി ആളുകൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ചെറിയ ചെറിയ ബലാഹുകൾ ഉണ്ടാകുമ്പോൾ പലരും പണിയെടുക്കും. അബൂജഹൽ നേരെ ഓടി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പഴിപ്പിക്കാൻ പറ്റിയ സമയമാണ്. സിദ്ദീഖ് തങ്ങൾ എന്താ ചോദിച്ചേ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോന്ന്. സിദ്ദീഖേ പഴയമായി ഒന്നല്ല, ഇപ്പൊ റേഞ്ച് വിട്ടിരുന്ന കാരണം ഓവറായി പോയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാ പറയണതെന്നാണ്. അങ്ങനെ പറഞ്ഞോന്ന് ചോദിച്ചു. പറഞ്ഞു എന്നാണ്. സ്വദഖതു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ ഞാനത് വിശ്വസിച്ചേ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു. ഒരു അന്ധവിശ്വാസി എന്ന് പറയും നമ്മളില്ലേ, അന്ധവിശ്വാസി. അതൊരു പുലിയാണ്. സൗദ് വൈസിനറിയില്ലേ? അന്ധവിശ്വാസി എന്ന് പറയും അല്ലേ, ഖുറാഫി. ഇപ്പോഴാണെങ്കിൽ ഷജറാന്നും പറയാം. അന്ധമായി നേതാക്കളെ പിന്നാലെ നടക്കണവരെയാണ് ഷജറ എന്ന് പറയുന്നത്. ഓരെന്ത് തീരുമാനം എടുത്തു എങ്കിൽ അത് അംഗീകരിച്ചു എന്നാ.
ഇപ്പോൾ തീരുമാനമെടുത്തത് ശരിയായോ? ഇവിടെ മറ്റേ മോഡിന്റെ വാള് മേലെങ്ങനെ എട്ടുകാലിന്റെ വലമ്പ നിൽക്കുകയാണ്, എപ്പോഴാ വീഴുക എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തീരുമാനം എടുത്തത് ശരിയായില്ല, അതൊന്നും നമുക്ക് പറയില്ല. തീരുമാനം എടുത്തു എന്നാ നമ്മൾ സമസന്റെ കൂടെ ഉണ്ട്. അവരാണ് ഖുറാഫികൾ, അവരാണ് അന്ധവിശ്വാസികൾ, അവരാണ് ഷജറകൾ. അങ്ങനെയുള്ള ഒരു അന്ധവിശ്വാസിയാണ് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞു? അതേ പറഞ്ഞു. എങ്കിൽ സ്വദഖതു, ഞാൻ അത് വിശ്വസിച്ചേ. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് അതോടുകൂടെ വന്ന പേരാണ് അല്ലേ, സിദ്ദീഖ്. ഈ സകല സുഫഹാക്കളി ഭാഷ പറഞ്ഞാൽ അന്ധവിശ്വാസി അറിയേണ്ടി വരും. നമ്മളൊക്കെ എത്തിയിട്ടില്ലല്ലോ. അപ്പോ എന്തിനാണ് ഇസ്രാ മിഅ്റാജ് യാത്ര ഉണ്ടായത്? പിന്നെന്തുണ്ടായി? ഈമാൻ ഇസ്ലാമിലേക്ക് വന്ന റസൂലുള്ളാഹി തങ്ങളെ വിശ്വസിച്ചിരുന്ന ഏത് കാലത്ത്? ഇസ്ലാമിന്റെ വളരെ ശോചനീയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ, ആ ആളുകളിൽ നിന്ന് അവരിൽ നിന്ന് ചിലർ ഇസ്ലാം ഉപേക്ഷിച്ചു പോയി. ഇസ്രാ മിഅ്റാജ് യാത്ര കൊണ്ട് അവരിൽ നിന്ന് ചിലർ ഇസ്ലാം ഒഴിവാക്കി പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കാലത്ത് പ്രശ്നം ഉണ്ടാക്കി കിടക്കുക, ഈ കാലത്ത് പ്രശ്നം എന്ന് പറഞ്ഞ് ബേജാറാകണ്ട. അത്ര രൂക്ഷമായ ഒരു കാലമൊന്നും അല്ലല്ലോ ഇപ്പോൾ. പരസ്യമായി ഒരുത്തനെ കൊല്ലാനൊന്നും ഈ കാലത്ത് പറ്റൂലല്ലോ. ആ കാലഘട്ടത്തിൽ പരസ്യമായി ഒരുത്തനെ കൊന്നാൽ ചോദിക്കാൻ പോലും ആരും വരില്ല. ആ കാലഘട്ടത്തിൽ പ്രതിസന്ധിയോടുകൂടെ പ്രതിസന്ധികൾ മുഴുവനും തരണം ചെയ്യാൻ ഉറച്ചുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങളിൽ വിശ്വസിച്ച ആളുകൾ, അവരിൽ നിന്നുള്ള സ്ഫുടം ചെയ്യാം. ഇത് എല്ലാ കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഫാത്തായ ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലവും എല്ലാ കാലത്തും ഇതുപോലെ ധാരാളം സംഭവങ്ങളുണ്ടായിരുന്നു. അതാണ് ഇതിന്റെ തഫ്സീർ നിങ്ങൾ നോക്കണം. പണ്ഡിതന്മാർ ഇവിടെ ഇല്ലേ? ഇബ്നു കതീർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, എല്ലാ മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുണ്ട്, ആയത്തുകൾ കൊണ്ട് തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? പരിശുദ്ധരിൽ നിന്ന് ഖുബസായിനെ അല്ലാഹു വേർതിരിക്കാൻ വേണ്ടി അല്ലാഹു പരീക്ഷണങ്ങൾ ഇറക്കും, യുദ്ധങ്ങൾ ഇറക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഉമ്മത്തിന്റെ ഇടയിൽ പരീക്ഷണങ്ങളുണ്ടാവും, യുദ്ധങ്ങളുണ്ടാവും. അപ്പൊ തിരിയും ആരാണ് സമസ്തക്കാരൻ, അപ്പൊ തിരിയും ആരാണ് യഥാർത്ഥ മുഅ്മിൻ, ആരാണ് മകന് സ്കൂളിൽ ജോലി കിട്ടിയത് കൊണ്ട് സമസ്തക്കാരനായോൻ, ആർക്കാണ് സമസ്തയോട് കടപ്പാടുള്ളത്. ഇതൊക്കെ അപ്പോൾ തിരിഞ്ഞില്ലേ? സമസ്തയോടാണോ കൂറ്, അതല്ല മറ്റു പലരോടുമാണോ എന്ന് കുറെ വൃത്തിയാടിയില്ലേ? നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, നമുക്കൊരു ലക്ഷ്യമല്ല. നമ്മുടെ ലക്ഷ്യം സമസ്ത മാത്രമാണ്, നമ്മുടെ ലക്ഷ്യം ദീന് മാത്രമാണ്, നമ്മുടെ ലക്ഷ്യം സുന്നത്യമായത് മാത്രമാണ്. പ്രശ്നം വന്നുകൊണ്ടിരിക്കും എല്ലാ കാലത്തും. ഓരോ സമയത്തും പരീക്ഷണങ്ങൾ വരുമ്പോൾ കുറെ എണ്ണം തെറിക്കും. നിങ്ങൾ ചരിത്രം പഠിച്ചു, എല്ലാ കാലത്തും അതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും മദീനയിൽ വന്നു. ഇസ്ലാമിന്റെ രാജ്യം സ്ഥിരമായൊരു രാജ്യമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാണ്, ഭരണാധികാരിയാണ്, എല്ലാമാണ്, അഷ്റഫുൽ ഖൽഖാണ്. എല്ലാവരും റസൂലുള്ളാഹി തങ്ങളുടെ സുന്ദരമായ ഒരു സാഹചര്യം. ഈ സമയത്താണ് ഒരു ദിവസം അപ്രതീക്ഷിതമായി നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറയാണ്, ഖിബ്ല മാറ്റണം, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഖിബ്ല ഇനി കഅബയിലേക്ക് തിരിയണം, മസ്ജിദുൽ ഹറാമിലേക്കാണ് ഇനി തിരിയേണ്ടത്. എപ്പോഴാണെന്ന് പറയുന്നത്? അസ്ർ നിസ്കരിക്കുമ്പോഴാണ്. നിസ്കാരം 2 റക്അത്ത് പൂർത്തിയായപ്പോഴാണ് ഈ വന്ന് പറയുന്നത്. ആ സമയത്ത് 2 റക്അത്ത് പൂർത്തിയായപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഈ വഹയുമായി വരുന്നത്. അസ്ർ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖിബ്ല മാറ്റണം. അതുവരെ ജൂതന്മാരൊക്കെ ഇങ്ങനെ സ്വകാര്യമായിട്ടൊക്കെ അഭിമാനം പറഞ്ഞു, ആ സംഗതി എന്താണെങ്കിലും മുഹമ്മദ് ഞങ്ങളെ ഖിബ്ലയിലേക്ക് തന്നെയാണല്ലോ നിങ്ങളീ തിരിച്ചത് എന്നൊക്കെ പറഞ്ഞു വലിയ വർത്താനൊക്കെ പറഞ്ഞിറങ്ങിയിരുന്നു. അതുകൊണ്ട് നമ്മളും നിങ്ങളൊക്കെ ഏകദേശം ഒരു ഐക്യത്തിലും യോജിപ്പിലും ഒക്കെയാണ്. നമ്മൾ കുറച്ച് ആൾക്കാർ, നിങ്ങൾ കുറച്ച് ആൾക്കാർ, നമ്മളൊക്കെ തന്നെയാന്നൊക്കെ പറഞ്ഞ ആ ഒരു എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു. വലിയ അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല. ആ പോക്ക് പോയാൽ പോലെയിരുന്നു. ജൂതന്മാർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ സമയത്താണ് അഡ്ജസ്റ്റ്മെന്റോട് വളരെ സൗഹാർദ്ദത്തോടെ വലിയ അലമ്പൊന്നും ഇല്ലാതെ പോകുമ്പോഴാണ്
ഖിബല മാറ്റാണ്, കഅബയിലേക്ക് തിരിയണം നബിയെ. അസ്ർ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വഹയുമായി വരുന്നത്. 2 റക്അത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്താ ഉണ്ടായത്? ഈ നിസ്കാരം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് തിരിയാ. അടുത്ത മഗ്‌രിബ് മുതൽ ഖിബല ഞാൻ അങ്ങോട്ടാട്ടോന്നല്ലേ? അങ്ങനെയല്ലേ പറയേണ്ടത്? അങ്ങനെയല്ലേ പറയേണ്ടത്? ഇല്ല, ആ നിസ്കാരത്തോടുകൂടെ തന്നെ തിരിഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. തിരിഞ്ഞില്ലേ? ആ സമയത്ത് പിന്നിലുണ്ടായിരുന്ന സ്വഹാബികളിൽ ഒരാൾ പോലും ചിന്തിച്ചു പോയോ, ഇതെന്താ നിസ്കാരത്തിന്റെ ഇടയിൽ ഒരു നടത്തം, പതിവില്ലാത്ത പരിപാടി, റസൂലുള്ളാഹിക്ക് എന്തോ പറ്റിയിട്ടുണ്ടാകും, അതുകൊണ്ട് നമ്മൾ തൽക്കാലം തിരിയണ്ട, വിവരറിഞ്ഞിട്ട് തിരിയാൻ ആയിരുന്നോ? ഇല്ല, റസൂലുള്ള തിരിഞ്ഞു, അവര് തിരിഞ്ഞു. അതല്ലേ മസ്ജിദുൽ ഖിബ്ലത്തൈൻ. കണ്ടിട്ടില്ലേ? മദീനയിലേക്കാണ് കേറി വരുന്ന വഴിയിലാണ് മെഹ്റാബ് ഉണ്ടായിരുന്നത്. ഇപ്പൊ നേരെ ഓപ്പോസിറ്റ്. ഇപ്പോഴുള്ള മെഹ്റാബ് 2ാമത്തെ മെഹ്റാബാ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആദ്യത്തെ മെഹ്റാബ് ഉള്ളത്. അവിടുന്നാണ്ട് തിരിഞ്ഞേക്കുക. നടന്ന് പോയേക്ക. സ്വഹാബികൾ കൂടെ തിരിഞ്ഞു. എന്തുണ്ടായി? അതൊരു പരീക്ഷണ. കേൾപ്പിച്ചില്ലേ? ജൂതന്മാരും നല്ലോണം പണിയെടുത്തു. ഇത് കണ്ടോ, പഴയ കാലത്തെ നബിമാരെ പോലൊന്നുമല്ല ഈ നബി പഴയ നബിമാരെ പോലെയൊന്നുമല്ല. മുൻഗാമികളായ നബിമാരൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മളായിട്ട് യോജിച്ചാ പോയിരുന്നത്. ഈ നബി വന്നപ്പോ കണ്ടോ ഖിബല വരെ മാറ്റിയാണ്. ചില നബിമാര് വരുമ്പോ ഖിബല ഒന്ന് മാറ്റി പിടിക്കേണ്ടിയൊക്കെ വരൂലേ? അതാണ് ഖിബലാണ് മാറ്റിയത്. നമ്മൾ മാറും. ഈ നബി മാറ്റിയെങ്കിൽ നമ്മൾ മാറും. ആ നബിയുടെ വാരിധീങ്ങൾ മാറ്റിയാലും നമ്മൾ മാറും. ഖിബല മാറ്റാന്നല്ല ഞാൻ ഈ പറഞ്ഞത്. അതൊക്കെ ഒരു സൂചനാ പ്രയോഗങ്ങളാണ്, അല്ലേ? അതല്ല ദീന്. അതാണ് ദീൻ. അങ്ങനെ ഓരോ കാലത്തും ജൂതന്മാർ പരമാവധി പണിയെടുത്തു, പേച്ചുപോയി. മുനാഫിഖീങ്ങൾ മുഴുവനും പുറത്തു ചാടിയില്ലേ? മദീനയിലുണ്ടായിരുന്ന സകല മുനാഫിഖീങ്ങളും വെളിച്ചത്ത് ചാടി. അല്ലെങ്കിലും കുറച്ച് അങ്ങനെ പ്രശ്നം ആകെ എല്ലാവർക്കും മുനാഫിഖീങ്ങൾ തിരിഞ്ഞു. ഇങ്ങനെ ഓരോ സമയത്തും ഇതുപോലെ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ആയിഷത്തു സിദ്ദീഖ പരീക്ഷണം ഉണ്ടായില്ലേ? ഖദ്ഫ് പറയപ്പെട്ടില്ലേ? ആരോപണം പറയപ്പെട്ടപ്പോൾ 1 മാസക്കാലം റസൂലുള്ളാഹി തങ്ങൾ മൗനം പാലിച്ചു. എല്ലാം മുൻഗാമികളിൽ മാതൃകയുണ്ട്. ഇത് പഴയ ദീൻ തന്നെയാണ്, പുതിയ ദീനൊന്നുമല്ല. പഴയത് തന്നെ. പഴയ കാലത്തുണ്ടായത് ഈ കാലത്തും ഉണ്ടാകുന്നുള്ളൂ. പേര് മാറും, ആളും മാറുന്ന മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ആയിഷ ബീവിയെ കുറിച്ച് ഖദ്ഫ് പറയപ്പെട്ടു. സുഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയെ ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ സംഭവമൊക്കെ എല്ലാവർക്കും ഒരു വിശദീകരിക്കണില്ല. ആയിഷ ബീവിയെ കൂട്ടിക്കൊണ്ട് മുനാഫിഖീങ്ങൾ ഇങ്ങനെ പറഞ്ഞു പരത്താൻ തുടങ്ങി. ആയിഷ വ്യഭിചരിച്ചു എന്നാ പറഞ്ഞല്ലോ. ആയിഷ ബീവിയെ കുറിച്ച് വ്യഭിചാരോപണമാണ് നടത്തപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സ് വേപത്ത് പൂണ്ടു. പക്ഷേ തങ്ങൾക്ക് പ്രതികരിക്കാൻ തരമില്ല. ആയിഷ ബീവിയെ റസൂലുള്ളാഹിക്ക് വിശ്വാസമാണ്. എല്ലാം പ്രവാചകന്റെ നബുവത്തിന്റെ കണ്ണുകളെ കൊണ്ടറിയാം. പക്ഷേ വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ആ നാക്കി ചലിപ്പിക്കാൻ അവകാശമില്ല. മിണ്ടിയില്ല. വഹി ഇറങ്ങി. ആയിഷ ബീവിയുടെ ബറാഅത്തുമായി ബന്ധപ്പെട്ട ആയത്ത് ഇറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളുകളോട് ആ വിവരം പറഞ്ഞു. അതുവരെ 1 മാസം മുനാഫിഖീങ്ങൾ മുഴുവൻ പണിയെടുത്തു. അതിന്റെ എത്ര വെയിൽ അല്ലാഹു തആലാക്ക് 1 മാസം നീണ്ടിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. എന്തിനാ ഇത്ര തീരുമാനമുണ്ട്? പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ സമസ്തക്ക് ഒരു തീരുമാനം ഉണ്ട്. എന്തിനാ ഇത്ര തോന്നക്കാലം പെട്ടെന്ന് തീരുമാനം എടുത്തോളൂ. ഇതിങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് തമ്മിൽ കാച്ചറ കൂടി കുരുമാലും കുതൂലതിൻ്റെ ആവശ്യം. എന്നിട്ട് പ്രവർത്തകർ തമ്മിൽ വാഗ്വാദങ്ങൾ, വാക്കേറ്റങ്ങൾ, എന്തൊക്കെയാ നമ്മൾ പറയുന്നത്? അതിനു വേണ്ടിയാണ് 1 മാസം കൊണ്ട് ഖബീസിനെയും ത്വയ്യിബിനെയും വേർതിരിഞ്ഞില്ലേ? ആയിഷ ബീവിയെ കുറിച്ച് ഖദ്ഫ് പറഞ്ഞു വരത്തിയ സകല മുനാഫിഖീങ്ങളും പുറത്തു ചാടി. അതിൽ പെട്ടുപോയ പലരും പിന്നെ പശ്ചാത്തപിച്ചു. മഹാന്മാരടക്കം ചിലപ്പോ പെട്ടുപോവാം. മഹാന്മാരും പെട്ടുപോവാമല്ലോ. പെട്ടുപോയില്ലേ? മിസ്തഹ് റളിയല്ലാഹു അൻഹു പെട്ടുപോയി. പലരും പെട്ടു. ചില മഹാന്മാരൊക്കെ പെടും, പിന്നെ തിരിയും, അപ്പൊ നേരെയാവും. ഇതൊക്കെ പഴയ കാലത്തുണ്ടായ സംഭവങ്ങളാണ്. അപ്പൊ ഈ താമസം വൈകുന്നത് ഒക്കെ ബലാഹുകളാണ്. ഏത് ബല ആണെങ്കിലും അവിടെ ഉറച്ചിരുന്നോ.
ഇത് ത്വയ്യിബിനെയും ഖുബസാഇനെയും വേർതിരിക്കാനുള്ള കളിയാണ്. ആരുണ്ട് സമസ്തയുടെ കൂടെ എന്ന് തീരുമാനിക്കപ്പെടുന്ന രംഗമാണ്. സമസ്ത എന്നത് നമ്മളാരും സമസ്ത കൊണ്ട് ദുനിയാവുണ്ടാക്കിയവരല്ല. സമസ്ത കൊണ്ട് ദുനിയാവുണ്ടാക്കിയവരാണ് ഇന്ന് സമസ്തക്കെതിരെ പണിയെടുക്കാൻ നേതൃത്വം കൊടുക്കുന്നവർ. നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ സമസ്ത കൊണ്ട് പേരുണ്ടാക്കിയിട്ടില്ല, ഞാൻ സമസ്ത കൊണ്ട് വണ്ടി വാങ്ങിയിട്ടില്ല, ഞാൻ സമസ്ത കൊണ്ട് എൻ്റെ ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ അടവും ഞാൻ അടക്കുന്നില്ല, ഞാൻ സമസ്ത കൊണ്ട് എൻ്റെ ഒരു മകനും ഒരു ഉറുപ്പ്യ കെട്ടിവെക്കാതെ ജോലി വാങ്ങിക്കൊടുത്തിട്ടില്ല, ഞാൻ സമസ്ത കൊണ്ട് 10ാം ക്ലാസ്സും കുസ്തിയുമായ ഞാൻ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ക്ലർക്കായി ജോലി നേടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആരോടും കടപ്പാടുമില്ല. നേരെ മറിച്ച് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ മകന് ഗവൺമെന്റ് ജോലി 35 ലക്ഷം റുപ്യ കെട്ടിവെച്ചാൽ കിട്ടുന്ന ജോലി നിങ്ങളെ മകൻ ഒരു റുപ്യക്ക് ചെലവില്ലാതെ ഒരു നേതാവ് റെക്കമെൻഡ് ചെയ്യാൻ വാങ്ങിത്തന്നു. നിങ്ങൾക്ക് ആ നേതാവ് പറഞ്ഞതിലപ്പുറം മൂത്രയിക്കാൻ പറ്റും. എന്നിട്ട് ഓന്റെ സമസ്തയും കേട്ട് നടക്കണം. അവനാണ് ഇവിടെ ദീനുണ്ടാക്കണെന്ന് പറയണ. അവൻ പറയുന്ന ഈ പുതിയ ഒരു നരേഷൻ ഉണ്ടല്ലോ, സമസ്തക്ക് മാത്രമായി ഒരു സ്വത്വമില്ലാത്ത അവസ്ഥ, രാഷ്ട്രീയ പാർട്ടികളോട് കൂടി കലർന്നുകൊണ്ടുള്ളതല്ലാത്ത ഒരു സമസ്തയെ അവർ പരിചയപ്പെടുത്തില്ല. അത് അവർക്ക് സമസ്ത രക്ഷപ്പെടാനല്ല, അവർ രക്ഷപ്പെടാനാണ്. അല്ലെങ്കിൽ കിട്ടിയ ആനുകൂല്യങ്ങൾ തിരിച്ചു ചോദിക്കും. അപ്പോ രാഷ്ട്രീയം കലർന്ന സമസ്തയാണ്, അതാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കണം. നമുക്ക് അമ്മാതിരി ഒരു ബാധ്യതയുമില്ല. ഇവിടെ സമസ്തയുണ്ടാക്കിയത് ദീനിനെ സംരക്ഷിക്കാനാണ്, ആശയ സംരക്ഷണത്തിനാണ്, വിദേഹത്തിനെ ചെറുക്കാനാണ്. അതിന് നമ്മളെ ആരോഗ്യങ്ങൾ പണിയെടുത്തിട്ടുണ്ട്, കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ, ഞാൻ നിർത്തുകയാണ്, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഠിനാധ്വാനത്തിന്റെ അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ സമസ്ത പൂർവികരുണ്ടാക്കി തരുന്ന തണലിൽ ഇങ്ങനെ ഞാനും നമ്മളൊന്ന് ആലോചിക്കുന്നത് 4 കൊല്ലം മുമ്പ് നമ്മളെ അവസ്ഥ എന്തായിരുന്നു? ചിലപ്പോഴൊക്കെ അങ്ങനെ ആലോചിക്കും, എന്തൊരു സുഖമായിരുന്നു അല്ലേ സമസ്ത. ഇങ്ങനെ സുപ്രഭാതപുരം വന്നപ്പോഴേ സമസ്ത ടോപ്പിൽ നിൽക്കില്ലായിരുന്നു. വഹാബികൾ പോലും സമസ്തന്റെ ഉയർച്ച കണ്ട അന്തം വിട്ട് നിൽക്കുന്ന സമയമാണ്. സമസ്ത എന്നാണ് പറയാൻ ആയിക്കൂടെ സയ്യിദുൽ ഉലമ പ്രസിഡന്റ്, സുപ്രഭാതം പത്രം, ഇതൊക്കെ കൂടെ വന്ന് എന്തൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. സുഖിച്ചിങ്ങനെ നടക്കേനി. അപ്പോഴാണ് അള്ളാഹു തആല നേരെ ഉൾട്ടേക്ക്, ഇനി പണിയെടുക്കി, ഇനി പണിയെടുക്കണം, ഇത് അവസരമായി ഉപയോഗപ്പെടുത്തണം. സമസ്തയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് റബ്ബിന്റെ മുമ്പിൽ പറയാൻ എന്തെങ്കിലും ബാക്കി വെക്കണമെങ്കിൽ ഇപ്പൊ പണിയെടുക്കണം. മറ്റത് SKSSF മീറ്റിംഗ് വിളിച്ചാൽ SKSSF ഫണ്ട് ചോദിച്ചാൽ എല്ലാവരും തരും. സുപ്രഭാതത്തിന്റെ വരിക്കാരെ ചേർക്കാൻ നിങ്ങളാരും മെനക്കെടേണ്ട കാര്യമില്ല, എല്ലാവരും സമസ്തക്കാരാണ്. എന്റെ വീട്ടിൽ സുപ്രഭാതം ഉണ്ട് എന്ന് പറയാൻ അഭിമാന. അപ്പൊ നമുക്ക് പണിയില്ല. ഇപ്പൊ അതല്ല, സുപ്രഭാതയ്ക്ക് പോകുമ്പോ ചീത്ത പറഞ്ഞാട്ട് ആ ചീത്ത കേട്ട് സുപ്രഭാതത്തിന് പണിയെടുക്കണം. സുപ്രഭാതം എന്ന് പറഞ്ഞാൽ നമുക്ക് കേവലം പത്രമൊന്നുമല്ല, സമസ്തയുടെ ജിഹ്വയാണത്. നിങ്ങൾ നോക്ക്, ചാനൽ ചർച്ചകളിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും സുപ്രഭാതത്തിന്റെ പേര് പരാമർശിക്കപ്പെടാത്ത ഒരു ചാനൽ ചർച്ച പോലും ഇല്ല. അസൂയ കൊണ്ടാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. കേരളത്തിൽ എല്ലാ പത്രമാധ്യമങ്ങളിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് സുപ്രഭാതമാണ്. എല്ലാ പത്രത്തിലും മാധ്യമങ്ങൾ ചാനൽ ചർച്ചകൾ സുപ്രഭാതമാണ് ചർച്ച കൊടുക്കുന്നത്. നമുക്കത് കേൾക്കുമ്പോൾ ഒരു സുഖ അല്ലേ സുപ്രഭാതം. ചില ആൾക്കാർക്ക് കേൾക്കുമ്പോൾ പെരക്കനെ തീയിടാൻ തോന്നുന്നത്, TV സുപ്രഭാതം കേൾക്കുമ്പോൾ പെരക്ക് തീയിടാൻ തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്കിത് കേൾക്കുമ്പോൾ ഒരു അഭിമാനമാണ്. അതെന്താ? നമ്മളെ ഹൃദയത്തിലുള്ള ആ സമസ്ത വികാരമാണ്. ദീന് എന്നതിന്റെ മറ്റൊരു പേരാണെന്ത്? സമസ്ത. ആ ആവേശമുണ്ടോ? നീ രക്ഷപ്പെട്ട് പെരകത്തിക്കാൻ തോന്നുന്നുണ്ടോ? നിന്റെ ഈമാൻ പരിശോധിക്കണം. സയ്യിദുൽ ഉലമ കാണുമ്പോൾ നമുക്ക് എന്തൊരു സുഖ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ അങ്ങോട്ട് പോകാതിരുന്നതാ. നമുക്ക് സയ്യിദുൽ ഉലമയിൽ ആ നൂറാനിയത്ത് കാണുന്നത് നമ്മൾ സയ്യിദുൽ ഉലമയെ കണ്ടത് കൊണ്ടാണ്. അത് എല്ലാവർക്കും കാണാൻ കഴിയില്ല. അത് നമ്മളെ കൂട്ടത്തിൽ ഉള്ളവരെന്ന് പറഞ്ഞവർക്ക് എല്ലാവർക്കും കാണാൻ കഴിയില്ല. റസൂലുള്ളാഹി തങ്ങൾ ആർക്കാ കാണാൻ കഴിയുക? അബൂജഹൽ റസൂലിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അബൂജഹൽ കണ്ടത് മുഹമ്മദ് ഇബ്നു അബ്ദുള്ളയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ സിദ്ദീഖുൽ അക്ബർ കണ്ടത് റസൂലുള്ളയാണ്. അതാ മാറ്റം. അതാണ് അവർക്ക് രണ്ടുപേർക്കുമുള്ള നയവ്യത്യാസം.
ജിഫ്രി തങ്ങളെ എന്ന് കാണണ്ട സയ്യിദുൽ ഉലമയെ കാണുമ്പോൾ കാണേണ്ടതുപോലെ കാണുന്നത് കൊണ്ടാണ് ആരും പ്രതീക്ഷിക്കാതെ തക്ബീർ ധ്വനികൾ ഉയരുന്നത്. അങ്ങനെ കണ്ട കുറെ ആൾക്കാരെ സദസ്സിലുണ്ടായിട്ടാ നമ്മളെ പോലത്തെ. അപ്പോ ഈ ആവേശത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ട സമയമാണിത്. സുഖം ഉണ്ടാവില്ല. ആരുടെ മുമ്പോ അല്ല ഒരു സ്റ്റേജിന് കെട്ടിയ സ്റ്റേജ് മേലെ ഇരുത്താൻ ആളേറെ എന്തൊരവസ്ഥ. ഫോട്ടോയും ക്യാമറയും ബഹളം. പക്ഷെ ഈ ഖിലാസ് ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ദ്വാരുന്നാൽ ഉത്തരവും കിട്ടൂല. ഇതൊക്കെ അതൊക്കെ ഓര് നടത്തിക്കോളും ഇങ്ങനെ കടന്നു തുടങ്ങിയില്ലേ കുറെ കാലം. അല്ല അത് പോയി അങ്ങനെയല്ല. നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ നടത്തി. നമ്മൾ പണിയെടുക്കേണ്ടി വരും. അടിപിടി കൂടാന്നല്ല ഈ പറയുന്നത്. ആളുകളെ നമ്മൾ ബോധവാന്മാരാക്കണം, ജാഗ്രത കാണിക്കണം. പള്ളിയുടെ ജനറൽ ബോഡി നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ആരാണ് കമ്മിറ്റിയിൽ വരുന്നത് എന്ന് നമ്മൾ അറിയണം, ശ്രദ്ധിക്കണം. മദ്രസ കമ്മിറ്റിയിൽ വരുമ്പോൾ അന്നെ സെക്രട്ടറി ആക്കാൻ ഞാനല്ല, ഓനെ പൊന്നെട്ടിച്ചാൻ വിളിച്ചാൽ മതി. പൊന്നെട്ടിച്ചാൻ വിളിച്ച ആവേശക്കാരല്ലേ? എല്ലാവരും അല്ല, ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ടോ? അപ്പോ അങ്ങനെയൊന്നും ഇനി പാടില്ല. സെക്രട്ടറി ആകാൻ ഇന്ന ആളെ യോഗ്യനാണെന്ന് നമ്മൾ കണ്ട അവനെ സെക്രട്ടറി ആക്കിയിരിക്കണം. അവനത് ഏറ്റെടുക്കണം. അത് ചെയ്യാത്തതിന്റെ ഫലം അതൊക്കെ നിരുത്തരവാദപരമായി ദീനിനെ നമ്മൾ കൊണ്ട് നടന്നത് കൊണ്ട് അല്ലാഹു നൽകിയ പരീക്ഷണമായി കാണാം. അപ്പൊ ഇനി നമ്മൾ പണിയെടുക്കണം. അങ്ങനെ പണിയെടുത്താലോ ആഖിറത്തിൽ റബ്ബിന്റെ മുമ്പിൽ വരുമ്പോൾ ശഫാഅത്തിന്റെ സമയത്ത് മഹാന്മാരായ നമ്മുടെ പൂർവികരായ ഖുതുബീങ്ങളും ഗൗസിയങ്ങളും മുജദ്ദിദീങ്ങളുമായ വരക്കൽ തങ്ങൾ പാപ്പാനെ പോലെയുള്ള മഹാന്മാരായ ആളുകൾ ശഫാഅത്ത് ചെയ്യുന്ന സമയത്ത് ഇത് എന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞു കിട്ടണം. അങ്ങനെ കിട്ടും. അതിന് പണിയെടുക്കണം. അതിന് ഞാൻ സമ്മേളനത്തിന് വണ്ടി ഉണ്ടാക്കി പോയതുകൊണ്ട് മാത്രം ശരിയാവില്ലായിരുന്നു. ഇനി ഇബാദത്ത് കുറഞ്ഞാലും രക്ഷപ്പെടാൻ ഈ മഹബൂബികളെ പിന്നാലെ കൂടണം. അപ്പൊ നമ്മൾ കുറച്ച് ഖിദ്മത്ത് ചെയ്തേ പറ്റൂ. അതിനുള്ള അവസരമായിട്ട് ഇതിനെ നമ്മൾ കാണാം. അതോടൊപ്പം